ജനങ്ങളെ മുമ്പിൽ ഒരുപാട് വലിയ മഹാന്മാരായ മശായിഖന്മാരുണ്ടാവും, അവർക്ക് ഒരുപാട് മുരീദന്മാരുണ്ടാവും, ഒരുപാട് തെളിവ് കൊടുക്കുന്നുണ്ടാവും, ഒരുപക്ഷെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്നുണ്ടാവും. പക്ഷെ അവൻ അത്തരം ഒരു ഷെയ്ഖ് അവന്റെ മുരീദിന്റെ കൽബ് ജാരിയാക്കിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നഫ്സ് ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ, എന്നിട്ട് ബാത്തിനിയായിട്ടുള്ള ഒരു വാഹനം തയ്യാറാക്കി കൊടുത്തിട്ടില്ല എങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ് അല്ലാഹുവിന്റെ മുമ്പിൽ. അത്തരം ഷെയ്ഖന്മാർ സിന്ദീഖുകളാണ്. ഈ ഇൽമ് നിങ്ങൾ പറയുമ്പോൾ സമയത്ത് അവർ പറയണം ഇതെന്ത് ഇൽമാണ്, എങ്ങനെ ഇൽമില്ലല്ലോ എന്ന് പറയാൻ അവർ സിന്ദീഖുകളാണ്. കാരണം അവർക്ക് ഈ ഇൽമ അറിയൽ നിർബന്ധമാണ്. അങ്ങനെ അറിയാതെ എങ്ങനെയാണ് അവർ ഷെയ്ഖായത്? അപ്പൊ പിന്നെ ഷെയ്ഖ് ആയതിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഷെയ്ഖ് അല്ല അവര് വേറെ ഏതോ മാർഗത്തിലൂടെ ഷെയ്ഖ് ആയതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു തത്വമാണ് തസ്വൂഫില്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന മശായിഖന്മാർക്ക് ഈ ഇൽമുണ്ടാവുന്ന ആവശ്യം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുൻഗാമികളായ മശായിഖന്മാർക്ക് ഈ ശക്തി ഇല്ലാത്തവരുണ്ട്. ദിക്റെ കൽബ് എന്നുള്ള മുതൽ കൈവശം ഇല്ലാത്ത മശായിഖന്മാരുണ്ട്. പക്ഷെ അവർക്ക് ഇൽമുണ്ട്. അതുകൊണ്ട് അവരെ കയ്യിലുള്ള തലയെ കൊടുത്ത് പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ മുരീദിനെ അവരെന്തിലേക്ക് പറഞ്ഞയക്കും? ദിക്റെ കൽബ് ആവാൻ വേണ്ടിയുള്ള തലയും എവിടെയുള്ളത് അവിടേക്ക് പറഞ്ഞയക്കും. അങ്ങനെ ഒരു ഷെയ്ഖ്, ദിക്റെ കൽബ് കൊടുക്കുന്ന ഒരു ഷെയ്ഖ് ദുന്യാവിൽ ഇല്ല എങ്കിലോ അവരെന്ത് ചെയ്യും? അവര് ബാത്തിനിയായിട്ടുള്ള ബന്ധം വഴി അത്തരം മശായിഖന്മാരിൽ നിന്ന് ഹാസിലാക്കി കൊടുക്കും മുരീദ്. ഇതാണ് ഇതിന്റെ ശരിയായ വശം. അങ്ങനെ അവസാനം ഒരു മനുഷ്യന്റെ മനുഷ്യായുസ് മുഴുവന് കഴിഞ്ഞ ശേഷം മനുഷ്യൻ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഈ ആത്മാക്കളെല്ലാം വേർപെട്ടു പോകും. ഒരാള് സാധാരണക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു റൂഹ് മുനവറായിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ആള് മരണപ്പെടുന്ന സമയത്ത് റൂഹിനെ കൊണ്ടുപോകും, സിഞ്ചിന്റെ കൊണ്ടുപോകും, ജിസ്മിനെ ഖബറിലേക്ക് കൊണ്ടുപോകും. പിന്നെ ജിസ്മിലുള്ള 3 ആത്മാക്കളുണ്ട്. ഈ 3 ആത്മാക്കളും വേർതിരിക്കപ്പെടും. റൂഹ് ജമാതി നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുക. ഈ ഒട്ടിപ്പിടിക്കൽ എന്നുള്ള ഫംഗ്ഷൻ അവിടുന്ന് മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളും വേർപെട്ടു പോകും. എല്ല് വേറായി പോവും, തൊലി വേറായി പോവും, മുടി വേറായി പോവും, അങ്ങനെ ഓരോന്നും വേർപെട്ടു പോവും. അതേപോലെ തന്നെ നബാത്തി റൂഫ് അതിൽ നിന്ന് ഒഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാലോ അപ്പൊ മനുഷ്യന് വളർച്ച ഉണ്ടാവില്ല. പിന്നീട് ഖബറിൽ യാതൊരു വളർച്ചയും ഉണ്ടാവും. അതേപോലെ നിൽക്കും. അതേപോലെ ഹയവാനി റൂഫ്, ഈ റൂഹ് മനുഷ്യനിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഘടനാമാറ്റം സംഭവിക്കും. അങ്ങനെ 3 ദിവസം കൊണ്ട് മനുഷ്യൻ മണ്ണായി തീരും, ചെതലായി തീരും. എന്നാ ചില ജിസ്മുകൾ അള്ളാഹുവിന്റെ ഹുക്കുമുണ്ടാവും ഒന്നും സംഭവിക്കരുത് എന്നുള്ളത്. അത് കാരണം അതിലുള്ള ഈ 3 റൂഹും ഖബറിൽ നിന്നും പോകൂല. ആ ഖബറിൽ ആ ജിസ്മിൽ തന്നെ താമസിക്കും. അതിന് ഉദാഹരണമാണ് ശുഹദാക്കൾ. ശുഹദാക്കളെ കുറിച്ച് അള്ളാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ശുഹദാക്കൾ മരണപ്പെട്ടു എന്ന് പറയാൻ പാടില്ല എന്നുള്ളത്. അവർ അള്ളാഹുവിൽ നിന്നും ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങളതിനെ കുറിച്ചിട്ട് ശുഹറുള്ളവരല്ല എന്ന് പറയുന്നുണ്ട്. അത്ര പറഞ്ഞ് അള്ളാഹു തആല നിർത്താൻ കാരണം ഇതിന്റെ ഇൽമ് തുറന്ന് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന്റെ പേരിലാണ്, കൺഫ്യൂഷൻ വരുന്നുള്ളതിന്റെ പേരിൽ. അതേപോലെ ജിസ്മ് നശിപ്പിക്കപ്പെടും. ശുഹദാക്കളല്ലാത്തവരെ ജിസ്മുകളെല്ലാം നശിപ്പിക്കപ്പെടും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി ഓർഡർ ഇല്ല ചില ശരീരങ്ങൾ, അതല്ലാത്തതെല്ലാം ഖബറിൽ നശിപ്പിക്കപ്പെടും. എന്നാൽ ഖബറിൽ നശിക്കാത്തൊരു സാധനമുണ്ട്, അതല്ല തൈഫാണ്, അത് നഫ്സാണ്. നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ത്താനാണ്, ജിന്നാണ്. അപ്പൊ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നഫ്സ് ഫ്രീ ആയി, നഫ്സിന് സ്വാതന്ത്ര്യം കിട്ടി. ആ നഫ്സ് പിന്നെ എന്താ ചെയ്യാ? അത് ഖബറിൽ നിൽക്കും. എന്നിട്ട് അത് ഖബറിൽ നിന്നും അതിൻ്റെതായ സംഘത്തിലേക്ക് പോയി ചേരും, ഇബ്ലീസിന്റെ സംഘത്തിലേക്ക്, അല്ലെങ്കിൽ ശൈത്താന്മാരെ മഹഫീലിൽ പോയിട്ട് ചേരും. അതുകൊണ്ടാണ് ഖബർ നമ്മൾ അതിന് പോവാൻ സ്ഥലപ്പെടാത്ത തരത്തിൽ നമ്മൾ
ശരിക്കും കബറടക്കം ചെയ്യുന്നത്. അതിന് വല്ല പോരായ്മ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ സ്ഥലത്തേക്ക് പോകും. ഹിന്ദുസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ അവരുടെ നഫ്സ് എന്ത് ചെയ്യും, ഈ ശൈത്താനിയ സംഘത്തിലേക്ക് പോയി ചെന്ന് ചേരും. അങ്ങനെ അത് ദുരാത്മാക്കളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്തരം നഫ്സുകൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നേക്കാം. അതാണ് നമ്മൾ പ്രേതങ്ങളായിട്ട് മനസ്സിലാക്കി വെച്ച വിഷയം. പ്രേതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹഖീഖത്തുണ്ട്. അതിനെ കാണുന്ന സമയത്ത് നമ്മൾ ജീവിച്ച് മരിച്ച് കണ്ട ഒരാൾ രൂപം തന്നെ ആയിരിക്കും, യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ അത് അവരല്ല, അവരുടെ നഫ്സാണത്. ഈ നഫ്സിനെ കണ്ടിട്ടാണ് പലരും പ്രേതം എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഇൽമില്ലാത്തതിൻ്റെ പേരിലാണ് അതിൻ്റെ പ്രേതമായി തെറ്റിദ്ധരിക്കുന്നത്. പക്ഷെ അത് അവൻ തന്നെയാണ്, പക്ഷെ അവൻ്റെ നഫ്സാണെന്ന് വ്യത്യാസമാണ്. എന്നാൽ റൂഹല്ല, റൂഹ് അതിൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇത്തരം ദുരാത്മാക്കള് ഈസാ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് പേരെ ബാധിക്കാറുണ്ടായിരുന്നു. അത്തരം നഫ്സിനെ ഒഴിവാക്കൽ ഈസാ നബി അലൈഹി സ്വലാം ചെയ്തിരുന്ന ഒരു പരിപാടിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിറാജിന്റെ രാവിലെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബറിന്റെ അരികിലൂടെ പോയ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാം ഖബറിൽ നിസ്കരിക്കുന്നതായിട്ട് കണ്ട്. ആ കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹി സ്വലാം നഫ്സിനെയാണ്, അല്ലാതെ ജിസ്മിനെ അല്ല. അതേപോലെ അതേ ദിവസം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശലോകത്തെത്തിയ സമയത്ത് അവിടെയും കണ്ട് മൂസാ നബി അലൈഹി സ്വലാമിനെ. ആ കണ്ടത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ റൂഹിനെയാണ്, അല്ലാതെ നഫ്സിനെയല്ല. ഇതൊക്കെ വേർതിരിച്ചറിയൽ നമുക്ക് ആവശ്യമാണ്. അനുബന്ധിച്ചിട്ട് ഒരു വിഷയം നമ്മളെ ഷെയ്ഖ്, അദ്ദേഹത്തിന് ഷെയ്ഖ് മുരീദിനായിട്ട് ഒരിക്കൽ ഇറാഖ് അബ്ദുൽ ഖാദിർ തങ്ങളെ മക്ബറയിലേക്ക് സിയാറത്തിന് വേണ്ടി പോയി. അസീസ് അങ്ങനെ പോയ സമയത്ത് ഷെയ്ഖ് മുരീദിന് തങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്തു. സലാം പറഞ്ഞ് വിളിച്ചപ്പോൾ ഖബറിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് മുഹീദ്ദീൻ തങ്ങൾ സ്വന്തത്തെ പരിചയപ്പെടുത്തി മുരീദിന്. ഞാനാണ് മുഹ്യിദ്ദീൻ, ലോകമറിയുന്ന മുഹ്യിദ്ദീൻ ഞാനാണ്, എല്ലാവർക്കും ബന്ധം എന്നോടാണ്. പക്ഷേ ഈ കാണുന്ന ഈ തടി ഇത് എൻ്റെ നഫ്സാണ്, അല്ലാതെ റൂഹല്ല. ഇതിനു മുകളിൽ പല തരം രൂപങ്ങൾ എനിക്കുണ്ട്, പക്ഷെ അവയിലേക്കൊന്നും ഒരാൾക്കും ഒരറിവും ഇല്ല എന്ന് പറഞ്ഞു കൊടുത്ത്. ഇതാണ് ശരിക്കുള്ള അവസ്ഥ. മുഹീദ്ദീൻ തങ്ങളെ കണ്ടവര് അല്ലെങ്കിൽ കേട്ടവര്, ഇതൊക്കെ ശരിക്കും നമ്മൾ കേൾക്കുന്ന കഥകളൊക്കെ ശരിക്കും മുഹീദ്ദീൻ തങ്ങളെ നഫ്സിനെ കുറിച്ചായിരിക്കാം, അല്ലാതെ റൂഹിനെ കുറിച്ച് ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ളവരും ഉണ്ട്. ഹഖീഖത്ത് അറിയുന്നതിന് വളരെ ചുരുക്കം മാത്രം. അള്ളാന്റെ ഔലിയാക്കളിൽ തന്നെ മിക്കവാറും ആളുകൾ ബന്ധപ്പെടുന്നത് ഗോസൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ നഫ്സിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ട പലരും ബന്ധപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഫ്സിനോടാണ്, അല്ലാതെ റൂഹിനോടല്ല. നാസൂത്തിയ ലോകത്തുള്ള ഔലിയാക്കൾ മുഴുവൻ അവരുടെ ബന്ധം മുഴുവൻ ആരോടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഫ്സിനോടാണ്, റൂഹിനോടല്ല, കൽബിനോടുമല്ല. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് രൂപങ്ങളുണ്ട്. ഒരു മനുഷ്യന് ഇത്രയും ആത്മാക്കളുണ്ടെങ്കിൽ അതെല്ലാം മുനവറാക്കിയ ആളുകളായിരിക്കണമല്ലോ ഏറ്റവും സമ്പൂർണ്ണര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സമ്പൂർണ്ണ ആളല്ലോ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ പക എല്ലാ ആത്മാക്കളും ഉണ്ടായിരിക്കും. അത് മരണത്തോടു കൂടി എല്ലാം വേർപെട്ടു പോയിട്ടുണ്ടാവും. ജിസ്മ ഖബറിലുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ, നഫ്സ് ഖബറിലുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള തായിഫുകൾ, കൽബ്, അതേപോലെ തന്നെ സിർറ്, കഫീ, അക്ഫ, ഇതൊക്കെ ഭൂമിയിലുണ്ട്. ഭൂമിയിലെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലുണ്ടാവും. അത് അതിൻ്റെ ആളുകൾക്ക് അനുഗ്രഹം എത്തിക്കുന്നുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് ഈ ലോകത്തില്ല, അതിരിക്കുന്നത് ഇന്നിയിലാണ്. അപ്പോ ലത്തായിഫ് മുനവറാക്കിയ ആളുകൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളെ മാർഗത്തിൽ പ്രവേശിച്ച് ലത്തായിഫുകൾ മുനവറാക്കിയ ആളുകൾ,
അവർ മുനവറാക്കിയത് വെറും നഫ്സ് മാത്രം ആണെങ്കിൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഫ്സിനോട് ബന്ധം വരും. അതല്ല അവര് മർത്തബ കൽബ് ശുദ്ധിയാക്കുന്ന തലത്തിലേക്ക് ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബിന്റെ ദർശനം കിട്ടും. അവരവരുടെ റൂഹ് മുനവറാക്കിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹിലേക്ക് ബന്ധം കിട്ടും. അങ്ങനെ ഏത് തരത്തിലാ ഒരു മനുഷ്യന്റെ അവസ്ഥ, ആ തലത്തിൽ റസൂലിനോട് ബന്ധം വരും. എല്ലാവരെയും ബന്ധം ഒരേപോലെ അല്ല എന്നും മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഈ വിഷയം നമുക്ക് നാളെ സംസാരിക്കാം. ഒരു ആൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധം പലതരത്തിലുണ്ടാവാം. നമുക്ക് നാളെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മളിപ്പോ ഖബറിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഖബറില് ഈ നഫ്സ് വേർപെട്ടു പോയി ശൈത്താനിലേക്ക് ചെന്ന് ചേരും. അതേപോലെ മറ്റു ആത്മാക്കളെല്ലാം ഖബറിൽ എന്ത് ചെയ്യും? മുനവറായിട്ടില്ല എങ്കിൽ അതൊക്കെ അവിടെ വേസ്റ്റായി നശിപ്പിക്കപ്പെടും. മുനവറായിക്കണമെങ്കിൽ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹം എത്തിച്ചു കൊടുക്കും. അതേപോലെ ജിസ്മ പടക്കാൻ ഉപയോഗിക്കപ്പെട്ട ആത്മാക്കൾ, 3 ആത്മാക്കൾ, റൂഹ് ജമാദി, റൂഹ് നബാത്തി, റൂഹ് ഹൈവാനി. ഈ 3 ആത്മാക്കളും ആ ജിസ്മിൽ നിന്നും അല്ലാഹു തആല പിൻവലിക്കും. അതോടുകൂടി ആ ജിസ്മ ഇല്ലാതായി തീരും, എന്നേക്കുമായി ഇല്ലാതായി തീരും. പിന്നെ ഒരിക്കലും അത് രണ്ടാമത് സൃഷ്ടിക്കപ്പെടുന്നില്ല. അങ്ങനെ ഈ പിൻവലിക്കപ്പെട്ട ആത്മാക്കളെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നില്ല? നശിപ്പിക്കുന്നില്ല. ജിസ്മ നശിപ്പിക്കപ്പെടും. കാരണം ജിസ്മിന് എന്തില്ല? അതിലുണ്ടായിരുന്ന 3 ആത്മാക്കൾ പിൻവലിഞ്ഞു പോയി. പക്ഷെ ഈ 3 ആത്മാക്കൾ അള്ളാഹു നശിപ്പിക്കുന്നില്ല. അതെന്താ ചെയ്യാൻ? അല്ലാഹു തആല വീണ്ടും മറ്റൊരു ജിസ്മിലേക്ക് അതിനെ പ്രവേശിപ്പിക്കും. ദുനിയാവിൽ ജനിക്കാനിരിക്കുന്ന മറ്റേതെങ്കിലും ഒരാളുടെ, ഒരു കുട്ടിയുടെ ജിസ്മിലേക്ക് ഈ 3 ആത്മാക്കളെ വീണ്ടും പ്രവേശിപ്പിക്കും. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് അതിനു മുമ്പുണ്ടായിരുന്ന ഘട്ടങ്ങൾ. ആദ്യം ജമാദി റൂഹ് എപ്പോൾ വരുന്നു, പിന്നീട് നബാത്തി ഏത് സമയത്താണ് വരുന്നത്, അവരൊക്കെ ഹൈവാനി റൂഹ് എപ്പോഴാണ് ചേർക്കപ്പെടുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ വീണ്ടും ഈ 3 ആത്മാക്കളെയും ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് അല്ലാഹു തആല പ്രവേശിക്കും. അതിനർത്ഥം ഭൗമാത്മാക്കള് വീണ്ടും പുനർജനിക്കപ്പെടുന്നുണ്ട്. ഭൂമിയിൽ നിന്നുള്ള ആത്മാക്കളും അതിന്റെ പുനർജനം നടക്കുന്നുണ്ട്. എന്നാൽ റൂഹിന്റെ ജന്മം നടക്കുന്നില്ല. റൂഹ് എന്നും ഒന്നേ ഉള്ളൂ. ഒരു വട്ടം അതിനെന്തുള്ളൂ? ഭൂമിയിൽ ജനനമുള്ളൂ, പിന്നെ ജനനമില്ല. ഈ വിഷയത്തിൽ പകുതി മുസ്ലിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പകുതി ഹിന്ദുക്കളും ശരിയാണ്. എന്നാൽ ഇതിന്റെ ഇൽമറിയാത്ത കാരണം 2 പേർക്കും ഈ വിഷയം അറിയില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയുന്ന തസൂഫിന്റെ വലിയ വലിയ മശായിഖന്മാർക്ക് ഈ വിഷയം അറിയാം. അപ്പോ പുനർജനനം സത്യമാണ്. ജനിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ ആത്മാക്കളാണ്. ജിസ്മിനെ പടക്കാൻ ഉപയോഗിക്കുന്ന ആത്മാക്കള്, അല്ലാതെ റൂഹല്ല. റൂഹ് പുനർജനിക്കുന്നില്ല. അപ്പോ ഈ റൂഹിനാണ് ശരിക്കും ഹിസാബും കിതാബൊക്കെ ഉള്ളത്. അതിനാണ് നാളെ മഹ്ശറിൽ ചോദ്യം ചെയ്യുക. എന്നാൽ ഈ ഭൂമിയിലുള്ള ഈ ആത്മാക്കൾക്ക് ഹിസാബും കിതാബൊന്നുമില്ല. അത് ഭൂമി നശിപ്പിക്കപ്പെടുന്നതോടുകൂടി നശിപ്പിക്കപ്പെടും. അതേപോലെ നഫ്സിനും ഇല്ല. നഫ്സിനും മഹ്ശറിൽ കൊണ്ടുപോകുന്നില്ല. അത് ഈ ലോകത്തേക്കുള്ളതാണ്. അതേപോലെ ഖബറിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം വരുന്നതും ഈ നഫ്സിനോടാണ്, അല്ലാതെ റൂഹിനോടല്ല. അതേപോലെ ഈ നഫ്സിനെ കൊണ്ടാണ് നമുക്ക് സ്വർഗത്തിനോടുള്ള മോഹം ഉണ്ടാവുന്നത്, നരകത്തിനോടുള്ള ഭയം ഉണ്ടാവുന്നത്. ഭയത്തിന്റെയും മോഹത്തിന്റെയും ഒക്കെ കാതല് ഇതൊക്കെ നഫ്സാണ്. ഖുർആനിൽ മൊത്തം നഫ്സിനോടുള്ള അഭിസംബോധനയാണ്. കാരണം ഖുർആന് ഒന്നെങ്കിൽ നരകത്തെക്കുറിച്ച് ഭയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ചിട്ട് മോഹിപ്പിക്കുകയാണ്. ഇത് രണ്ടും നഫ്സിന്റെ ഗുണമാണ്. നഫ്സാണ് ഭയപ്പെടുക, നഫ്സാണ് മോഹിക്കുക. ഈ വിഷയങ്ങളൊക്കെ പറയുന്നതൊക്കെ മനസ്സിൽ എവിടെയെങ്കിലും കൂടുതൽ സൂക്ഷിക്കൽ നന്നായിരിക്കും. കാരണം പിന്നീട് പല വിഷയങ്ങളും കേൾക്കുന്ന സമയത്ത് ഇതും കൂടി പരിഗണിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാവും. അതല്ല, നമുക്ക് ഈ ഇൽമില്ല എന്നെങ്കിൽ നമ്മൾ സാധാരണ മൊയിലാക്കന്മാർ ചിന്തിക്കുന്ന പോലെ ചിന്ത പോവുള്ളൂ. അവരൊരിക്കലും ഈ ഇൽമ് കേൾക്കാൻ തയ്യാറല്ല, വിശ്വസിക്കാൻ തയ്യാറല്ല, അത് അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറല്ല. അത്തരക്കാർക്ക് ഒരിക്കലും ഈ ഒരു വാതിൽ തുറക്കപ്പെടൂല. ഇതൊക്കെ വിശ്വസിക്കാനും മനസ്സിലാക്കാനും തയ്യാറാക്കുന്നവർക്ക് മാത്രമാണ് ഖുർആൻ മനസ്സിലാവുള്ളൂ.
അല്ലാത്തൊരു ഖുർആന്റെ ബാഹ്യഭാഷ മനസ്സിലാവും. ആ ബാഹ്യഭാഷ മനസ്സിലാക്കിയ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരാണ് മുനാഫിഖീങ്ങൾ എന്ന് പറയുന്നത്. മുനാഫിഖീങ്ങൾ ഒക്കെ മനസ്സിലാക്കുന്ന വിഷയങ്ങൾ ഖുർആന്റെ ബാഹ്യമായ വശം മാത്രമാണ്. അത് ഓരോ ആയത്തുകളും സൂറത്തുകളും ഇറങ്ങാൻ ഓരോ കാരണങ്ങളുണ്ട്, സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് മാത്രമേ അവരെ ശ്രദ്ധ പോവുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കുള്ള വിഷയത്തിലേക്ക് അവർക്ക് ചിന്തിക്കാനോ എത്താനോ സാധിക്കൂല. അതിൻ്റെ കാരണം അവർ അത് എത്താനുള്ള കൽബ് മുനവറാക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. അത് മുനവറാക്കിയ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും ഈ കാര്യം മനസ്സിലാക്കാൻ. അല്ലാത്തവർക്ക് ഒരിക്കലും ആ സഹായം ഉണ്ടാവില്ല. ബാക്കി സംസാരിക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.